ഇന്ത്യയുടെ ടൂറിസം ഭൂപടത്തിൽ നമ്മൾ മലയാളികൾക്ക് അഭിമാനമായിട്ട് തലയുയർത്തി പിടിച്ചു നിൽക്കുന്ന ആലപ്പുഴയിലേക്കാണ് ഞാൻ നിങ്ങളെ ഇന്ന് കൊണ്ടുപോകുന്നത്. ആലപ്പുഴ എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മുടെ മനസ്സിൽ വരുന്നത് ഹൗസ് ബോട്ടുകളും നെൽവയലുകളും ഒക്കെയാണ്. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ആലപ്പുഴയുടെ ആത്മാവിലേക്കാണ്. അപ്പോൾ ഈ ആലപ്പുഴയിൽ അങ്ങനെ ചെയ്യാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മളിന്ന് പോകുന്നത് ഒരു കയാക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ്. അത് വേറെ ഒന്നുമല്ല, എവിടെ ബോർഡ് ഗോപാഡിൽ എന്ന് പറഞ്ഞിട്ട് ആലപ്പുഴയിൽ കയാക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. അത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെയാണ്. ബാ എവിടെ ഫെസ്റ്റൺ ആണ് ഇതിൻ്റെ മൊയിലാളി. ഇപ്പോൾ ഫെസ്റ്റൺ പറ, ഇതിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണ്? എത്ര നാളെ കഴിഞ്ഞിട്ട്? നമ്മളൊരു 9 months ആയിട്ടുള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട്. പിന്നെ നമുക്ക് സൺറൈസ് ഉണ്ട്, സൺസെറ്റ് ഉണ്ട്. സൺറൈസ് ആകുമ്പോൾ 5:45 ലൊക്കേഷൻ, നമ്മൾ 6 സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 8:30 ആകുമ്പോൾ തിരിച്ചു 2.5 hours ആണ് 2 ട്രിപ്പും വരുന്നത്. ഓക്കെ. അപ്പോൾ നമ്മളൊരു 2 വർഷം മുമ്പാണ് നമ്മൾ വന്നത്. 2 വർഷം മുമ്പ് നമ്മളിവിടെ വന്നിട്ട് വേറൊരു കയാക്കിംഗ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യായിരുന്നു. പക്ഷെ ഇത് വേറൊരു റൂട്ടാന്നൊക്കെയാണ് പറഞ്ഞത്. കുറച്ച് ചെറിയ നാരോ കനാൽസും പിന്നെ ഒറ്റപ്പെട്ട് കിടക്കുന്ന വീടുകളൊക്കെ, വള്ളത്തിൽ മാത്രം പോകുന്ന വീടുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് പറഞ്ഞത്. നമുക്ക് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്താലോ? എന്നാ സമയം രാവിലെ 5:45. നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴ പള്ളാത്തുരുത്തി ചുങ്കം എന്ന് പറയുന്ന സ്ഥലത്താണ്. രാവിലെ തന്നെ കുട്ടനാടുകാർ എണ്ണീറ്റ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളായ വള്ളവും വെള്ളവുമായിട്ടുള്ള സ്നേഹ സംഭാഷണത്തിലൊക്കെ ഏർപ്പെട്ടു തുടങ്ങിയിരുന്നു. പിന്നെ എങ്ങനെയാണ് പാഡൽ ചെയ്യേണ്ടത്, അതിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ ഫെറ്റ്സൺ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. പിന്നീട് അധികം താമസിയാതെ തന്നെ നമ്മൾ വെള്ളത്തിലേക്ക് അങ്ങ് ഇറങ്ങി. കാര്യം സൺറൈസിൻ്റെ ഒരു സമയത്താണ് കുട്ടനാട് കാണേണ്ടതെന്ന് ഫെറ്റ്സൺ പ്രത്യേകം പറഞ്ഞിരുന്നു. പിന്നെ ക്യാമറയും കാര്യങ്ങളും ഷൂട്ടിംഗ് ഒക്കെ ചെയ്യേണ്ടതുകൊണ്ട് ഞങ്ങൾ വേറൊരു മോട്ടോർ വള്ളത്തിലാണ് കയറിയത്. ഇത് തുഴയാൻ തുടക്കത്തിൽ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അതങ്ങ് മനസ്സിലായി കഴിഞ്ഞപ്പം എല്ലാവർക്കും ഭയങ്കര ത്രില്ലായി. പിന്നെ പോകുമ്പോഴുള്ള കാഴ്ചകൾ അതൊരു രക്ഷയില്ല. സൈഡിൽ പാർക്ക് ചെയ്തേക്കുന്ന ഹൗസ് ബോട്ടുകളും ചെറിയ ചെറിയ പാലങ്ങളും പിന്നെ ഓരോ റിസോർട്ട്സിന്റെ പ്രൈവറ്റ് ബോട്ടുകളും എല്ലാം നമുക്ക് അവിടെ കാണാൻ പറ്റും. രാവിലത്തെ സമയം ചൂസ് ചെയ്യാനായിട്ട് മെയിൻ കാര്യങ്ങൾ ഇതാണ്. വെള്ളത്തിന് ഒഴുക്ക് കുറവായിരിക്കും, അതുകൊണ്ട് നമുക്ക് പാഡൽ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. പിന്നെ തിരക്കും കുറവായിരിക്കും. നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്നത് കൊല്ലവും തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഷണൽ വാട്ടർവേ ആണ്. ഈ കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നത് സ്റ്റാൻഡപ്പ് പാഡിൽ സപ്പ് എന്ന് പറഞ്ഞ സാധനമാണ്. എണ്ണീറ്റ് തുഴയുന്നത് നമുക്ക് വഴിയെ കാണാം. ഒരു 15 മിനിറ്റ് തുഴഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു ചെറിയ കനാല് കണ്ടു. ഈ കനാലിൽ കൂടെ കയറിയിട്ട് വേണം നമുക്ക് അപ്പുറത്തെ സൈഡിൽ എത്താനായിട്ട്. വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കുട്ടനാടിനെ കണക്ട് ചെയ്യാനായിട്ട് ഇതുപോലെ ഒത്തിരി കനാലുകളുണ്ട്. ഗവൺമെന്റ് ബോട്ടുകളും ഹൗസ് ബോട്ടുകളും ഒക്കെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് ഈ കനാലുകളെ ആശ്രയിക്കാറുണ്ട്. ആ കനാലിലോട്ട് കയറിയപ്പോൾ തന്നെ 2 സൈഡിൽ നിറച്ച് വീടുകളാണ്. അവിടുത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ്. വള്ളം വൃത്തിയാക്കുന്ന ചേട്ടനും രാവിലത്തെ പ്രഭാതകർമ്മം ചെയ്യുന്ന ആൾക്കാരും സോറ പറഞ്ഞിരിക്കുന്ന ചേട്ടന്മാരും പിന്നെ എവിടെയൊക്കെ പോകാനായിട്ട് ബോട്ട് കാത്തിരിക്കുന്ന ആളുകളും വള്ളത്തിൽ മീൻ വിൽക്കുന്ന ആളുകളും പിന്നെ സ്വന്തം വള്ളത്തിൽ പോകുന്ന ആൾക്കാരും രാവിലത്തെ ഒരു കസർത്ത് കഴിഞ്ഞിട്ട് അടുത്ത റൗണ്ടിന് വേണ്ടി കാത്തിരിക്കുന്ന കുറേ താറാക്കൂട്ടങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും. പിന്നെ ഈ ചുങ്കം എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്താനായിട്ട് ആലപ്പുഴ KSRTC സ്റ്റാൻഡിൽ നിന്ന് വെറും 3 കിലോമീറ്ററേ ഉള്ളൂ. റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണെങ്കിൽ 6-6.5 കിലോമീറ്ററോളം ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ബോട്ടുകൾ പോകുന്ന കാണാം. നമ്മുടെ കൂട്ടത്തിൽ 2 ഗൈഡുകളുണ്ട്. ഇതുപോലെ ബോട്ടുകളൊക്കെ വരുമ്പോഴത്തേക്കിനും അവർ നമ്മളൊരു സൈഡിലോട്ടൊക്കെ ഒതുക്കും. ഏകദേശം 3.5 കിലോമീറ്ററാണ് 1 സൈഡ് ട്രിപ്പ്. അതിനിടയ്ക്ക് 1-2 പ്രാവശ്യം നിർത്തിയിട്ട് വെള്ളമൊക്കെ കുടിച്ച് ചോക്ലേറ്റ് ഒക്കെ തന്നിട്ടാണ് അടുത്ത റൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളങ്ങനെ കനാലിൽ നിന്ന് കയറി വേറൊരു വലിയൊരു ജലാശയത്തിലെത്തി. ഇതിൻ്റെ അടുത്താണ് കൈനഗരിയൊക്കെ ഉള്ളത്. കൈനഗരി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെ ഇതിന് ഓപ്പോസിറ്റാണ്. കനാലിൻ്റെയും കായലിൻ്റെയൊക്കെ സൈഡിൽ കൊയ്യാറായ നല്ല പച്ച കളറുള്ള പാടങ്ങളുണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും തുഴഞ്ഞു തുടങ്ങി. ഇതാണ് സ്റ്റാൻഡപ്പ് പാഡിൽ. ഇത് തുഴയാൻ കുറച്ച് പാടാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മുടെ യാത്രയുടെ എൻഡ് പോയിന്റായ കൈനഗരി എത്താറായി. കുറേ അധികം സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. നമ്മൾ സിനിമയിൽ കുട്ടനാടെന്നൊക്കെ പറഞ്ഞ് വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ കാണുന്നത് ഈ ഒരു ഏരിയയാണ്. ഇവരുടെ മെയിൻ ആശ്രയം ഈ വള്ളമാണ്. കുടിവെള്ളം കൊണ്ടുവരാനും സാധനങ്ങൾ മേടിക്കാനും എവിടെയെങ്കിലുമൊക്കെ പോകാനും എല്ലാം ഈ വള്ളത്തെ ആശ്രയിച്ചാണ് ഇവർ ജീവിക്കുന്നത്. നമ്മളെ കാത്ത് അവിടെ കുറേ ആളുകൾ ഉണ്ടായിരുന്നു എന്ന പോലെ തോന്നി.
ഇവിടെ വിസിറ്റേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി ഇവിടെയുള്ള കുട്ടികളൊക്കെ വരാറുണ്ട്. ഫുൾ ഒറ്റപ്പെട്ട വീടുകളാണ്. ഒരു വീട്ടിൽ നിന്ന് അപ്പുറത്തെ വീട്ടിലേക്ക് പോകണമെങ്കിൽ വള്ളത്തിൽ കയറി തന്നെ പോകണം. അവിടേക്ക് ഒന്ന് സെറ്റിലാകാനുള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നു. പിന്നെ കൂടെ വന്ന ഗസ്റ്റും നമ്മുടേതായ വൈബ് ആയതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മളെക്കാൾ നല്ലപോലെ അവർ ആ ട്രിപ്പ് എൻജോയ് ചെയ്തെന്ന് എനിക്ക് തോന്നി. വെള്ളത്തിൽ ഇറങ്ങാനുള്ള പേടി മാറ്റാനായിട്ട് എല്ലാവരും വെള്ളത്തിൽ ചാടാനൊക്കെ തീരുമാനിച്ചു. കുറേ പേര് ചാടിയും കുറേ പേര് തള്ളിയിട്ടും ആ ഒരു പേടി അങ്ങ് മാറ്റി. വെള്ളത്തിൻ്റെ പേടിയൊക്കെ മാറി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സ്റ്റാൻഡപ്പ് പാഡിൽ തുഴയാനും കുറേ പേര് തുഴഞ്ഞ് വീഴാനും വീഴാത്തവരെ തള്ളിയിടാനും ഒക്കെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ആലപ്പുഴ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണിത്. വേറൊന്നും കൊണ്ടല്ല, പുറത്തുനിന്നുള്ളവർക്ക് ഇങ്ങനെ ഒരു സ്ഥലത്തേക്കുള്ളൊരു ആക്സസ് ഒരിക്കലും ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഏതെങ്കിലും ഒരു ടീമിൻ്റെ കൂടെ ഒക്കെ വന്നാലേ നമുക്കിത് കണ്ടും കേട്ടും ഒക്കെ പോകാനൊക്കെ പറ്റത്തുള്ളൂ. 400 മുതൽ 700 രൂപ വരെയാണ് ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത്. അത് ആൾക്കാരുടെ എണ്ണം കൂടുന്തോറും പൈസയുടെ എമൗണ്ടും കുറയും. അങ്ങനെ ആ മനോഹരമായ യാത്രയുടെയും ആ ഒരു സ്ഥലത്തിൻ്റെ കാഴ്ചകളുടെയും അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എല്ലാ ട്രിപ്പിൻ്റെയും അവസാനം നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടും വിഷമമൊക്കെ ഉണ്ടാകാറുണ്ട്. കുറച്ചു നേരം അവിടെ ചിലവഴിച്ചുള്ളൂ എങ്കിലും ആ സ്ഥലവുമായിട്ടും അവിടെ ഉള്ളവരുമായിട്ടൊക്കെ നമ്മൾ പെട്ടെന്ന് അടുക്കും. വന്ന ഒരു സ്പീഡ് ഉണ്ടാകില്ല തിരിച്ചു തുഴയുമ്പോൾ. കാര്യം നമ്മൾ അത്യാവശ്യം ടയർഡാവും. ഇത് നല്ല കായിക അധ്വാനമുള്ളൊരു സംഭവമാണ്. തിരിച്ചെത്തിക്കഴിഞ്ഞാൽ പിന്നെ ശാരീരിക ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇവർ സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മളെ പറഞ്ഞു വിടുന്നത്. Guys, thanks for coming. So when you put the stories, please mention GoPaddle.in. Sure. Okay, and size to your friends also. Okay. So next time, Mario, you guys are coming next time. കഥ അവിടെ കൊണ്ടും തീരുന്നില്ല. ഇതിന് തൊട്ടടുത്താണ് ഫേമസ് ആയിട്ടുള്ള രാജാട്ടി ഉള്ളത്. സോ ദിസ് ഇസ് രാജാട്ടി. ഒരു 72 വർഷം പഴക്കമുള്ളൊരു റെസ്റ്റോറൻ്റ് ആണ്. സോ ഇവിടുത്തെ ഫേമസ് എന്ന് പറയുന്നത് പൊറോട്ടയും ബീഫും ആണ്. പിന്നെ അവർ വിറകടുപ്പിലാണ് ഫുഡ് മേക്ക് ചെയ്യുന്നത്. സോ അതിൻ്റെതായ ഒരു ടേസ്റ്റ് ഈ ഫുഡിനുണ്ടാവും. അതുകൊണ്ട് അല്ലല്ല, നോർമൽ. അതെ. പിന്നെ വിറകടുപ്പാണ് യൂസ് ചെയ്യുന്നത്. ആലപ്പിൽ വിറകടുപ്പ് യൂസ് ചെയ്യുന്നത് വളരെ റെയറാണ്, അങ്ങനെ കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും റഷാണ്. പക്ഷേ മാക്സിമം മോർണിംഗ് തന്നെ വന്ന് ട്രൈ ചെയ്യുക. പൊറോട്ടയും ബീഫും അല്ലെങ്കിൽ വാഴക്കപ്പും ബീഫും. സോ അതാണ് ഇവിടുത്തെ മെയിൻ. ചെറിയൊരു കടയാണ്. കുറേ യൂട്യൂബ് വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ കട. പഴംപൊരിയും കൂടെ മേടിക്കുന്നുണ്ട്. ഇതാണ് രാജാണ്ണൻ. ഇദ്ദേഹമാണ് ഇതിൻ്റെ ഓൾ ഇൻ ഓൾ. നല്ല തിരക്കുള്ള കടയാണ്. നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് അകത്ത് കയറാനൊക്കെ പറ്റിയത്. അങ്ങനെ മലയാളിയുടെ വികാരമായ പൊറോട്ടയും ബീഫും. കുറേ നാളായിട്ട് കേൾക്കുന്ന ഇതാണ്. നിങ്ങളൊക്കെ എൻ്റെ സ്ഥിരം ആൾക്കാരായിരിക്കും അല്ലേ? നാടൻ സാധനം അല്ലേ? നമ്മളൊക്കെ വീട്ടിൽ വെക്കുന്നത്. മനസ്സിന് നല്ല സന്തോഷം തന്നൊരു ട്രിപ്പായിരുന്നു. നിങ്ങൾക്കും അത് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇത് ബുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. എന്നാൽ പിന്നെ ഞാൻ വിട്ടേക്കുവാണ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.